ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരും കർത്താവ് യേശു ക്രിസ്തു തന്റെ കരങ്ങളിൽ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. നിശ്ചലതയിൽ ദൈവിക ശക്തി പ്രകടമാകുന്നു, അത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അത് വിജയം നൽകുന്നു. ഹല്ലേലൂയ. എങ്ങനെ? ആകുലത, ഉത്കണ്ഠ, തീരുമാനങ്ങൾ, എന്നും അറിയാനുള്ള ആകാംക്ഷ, എല്ലാറ്റിനും ഉത്തരം അറിയാനുള്ള ക്ഷമയില്ലായ്മ, ഇവയാൽ നിറഞ്ഞതാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം. എന്നാൽ പുറപ്പാടിന്റെ പുസ്തകം 14:14 ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പിടിപ്പിച്ച് അവരെ മരുഭൂമിയിൽ നടത്തി ചെങ്കടലിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ ഫറവോന്റെ സൈന്യം പിന്തുടരുകയാണ്. മുമ്പിൽ വളരെ ഭീകരമായ ചെങ്കടൽ. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇസ്രായേൽ ജനങ്ങൾ നിലവിളിക്കുമ്പോൾ, പിറുപിറുക്കുമ്പോൾ, ഹല്ലേലൂയ, യഹോവ ദൈവം മോക്ഷയിലൂടെ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞതാണ്, ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ നിശ്ചലരായിരിക്കുവൻ. നിശ്ചലരായിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകളും നമ്മുടെ ബുദ്ധിയും എല്ലാം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ വരവനായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാതോർക്കുക, കണ്ണു തുറക്കുക, കാണാൻ ആഗ്രഹിച്ച്, കേൾക്കാൻ ആഗ്രഹിച്ച് നിശബ്ദമായി ആരാധനയിലായിരിക്കുക എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ദിനവൃത്താന്തം 2:20 നാം കാണുന്നു, യെഹോശാഫാത്ത് രാജാവായിരിക്കുമ്പോൾ യഹൂദ ശത്രുക്കളാൽ വളയപ്പെട്ടു. അപ്പോൾ അവൻ തന്റെ സൈന്യത്തെ യുദ്ധത്തിനായി വിളിക്കാതെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവന് യഹോവയുടെ ഉത്തരം കിട്ടി. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ല, ഉറച്ചു നിൽക്കുക, വിശ്വസിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. ഹല്ലേലൂയ. അങ്ങനെ യെഹോശാഫാത്ത് യുദ്ധം ചെയ്യിച്ചു. ഇവിടെ യെഹോശാഫാത്തോ അദ്ദേഹത്തിന് സൈന്യമോ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അവർ നിശ്ചലരായി പ്രാർത്ഥനയിലായിരുന്നു. യഹോവ യുദ്ധം ചെയ്തു, ശത്രുവിനെ അവന്റെ മുമ്പിൽ ബലഹീനരാക്കി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പിന്നിൽ ഫറവോന്റെ സൈന്യത്തെ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ മുമ്പിലാണെങ്കിലോ ചെങ്കടൽ പോലെയുള്ള വലിയ പ്രതിസന്ധികളും. ഹല്ലേലൂയ. വിഷമിക്കേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആകയാൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവമേ, ഞങ്ങളുടെ പോലെ പ്രശ്നങ്ങൾ ചെങ്കടൽ പോലെയും ശത്രുക്കളെ പോലെയും പ്രത്യക്ഷമാവുമ്പോൾ യെഹോശാഫാത്തിനെ പോലെ പതറാതെ വിഷമിക്കാതെ പ്രാർത്ഥിക്കുവാൻ, മോക്ഷയെ പോലെ പതറാതെ അവർത്തോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ട് കൃപയ കർത്താവേ, സ്തോത്രം.